രാജീവ് ചന്ദ്രശേഖരനെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ കേരളത്തിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷിയാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. അതോടൊപ്പം ദേശീയ സമിതിയിലേക്ക് 30 പേരെയും തെരഞ്ഞെടുത്തു. ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന കൗൺസിലിലാണ് രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷനായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രഖ്യാപനം. ഐക്യകണ്ഠേനയാണ് രാജീവ് ചന്ദ്രശേഖരനെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തതെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കേരളത്തിൽ അധികാരത്തിലെത്താനാകട്ടെ എന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. मुझे पूरा विश्वास है इनके लीडरशिप में भारतीय जनता पार्टी केरला will benefit a lot and whatever all these days you have struggled for that struggle there will be a conclusive success under the leadership of Shri Rajiv ji and I wish him all the best. കേരളം ബിജെപിക്ക് ബാലികേറാമലയല്ലെന്ന് തെളിയിക്കാൻ കഴിഞ്ഞെന്ന സ്ഥാനമൊഴിയുന്ന കെ സുരേന്ദ്രൻ പറഞ്ഞു. ബിജെപി കേരളത്തിൽ അവഗണിക്കാൻ പറ്റാത്ത ശബ്ദമായി മാറിയെന്നും ദൈനംദിന പ്രവർത്തനത്തിന് സാധ്യമാകുന്ന നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ എന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. ഇവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു നെറേറ്റീവ്, നിങ്ങൾ ഇങ്ങോട്ട് വേണ്ട, വിദ്യന് തെക്ക് ഇപ്പുറത്ത്, വാളയാറിന് ഇപ്പുറത്ത് നിങ്ങൾക്ക് കാലുകുത്താൻ കഴിയില്ല, കേരളം ബിജെപിക്ക് ബാലികേറ മലയാണെന്നാണ് ഇതുവരെ ഉണ്ടായിരുന്ന പ്രതീതി. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ ഇത് ബാലികേറ മലയല്ല, ഇവിടെയും കേരളത്തിലും ബിജെപിക്ക് സ്ഥാനമുണ്ട് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞ 10 വർഷത്തെ 15 വർഷത്തെ നമ്മുടെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിൽ വികസനം കൊണ്ടുവരാൻ NDA അധികാരത്തിൽ വരണമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ബിജെപി അധികാരത്തിൽ കൊണ്ടുവരികയാണ് തന്റെ ദൗത്യമെന്നും രാജീവ് വ്യക്തമാക്കി. എനിക്ക് തന്ന ദൗത്യം, എനിക്ക് നമ്മുടെ ഹൈക്കമാൻഡും നമ്മുടെ പ്രഭാരിയും എല്ലാവരും, നിങ്ങളെല്ലാവരും തന്ന ദൗത്യം അധികാരത്തിൽ കൊണ്ടുവരാൻ, BJP NDAനെ അധികാരത്തിൽ കൊണ്ടുവരാനാണ് എൻ്റെ ദൗത്യം. ഇത് പൂർത്തീകരിച്ച് മാത്രമേ ഞാൻ മടങ്ങിപ്പോകുള്ളൂ. കേരളത്തിലെ ബിജെപിയിൽ ഉയർന്നിരുന്ന ഗ്രൂപ്പ് തർക്കങ്ങൾക്കെതിരായ കേന്ദ്ര നേതൃത്വത്തിന്റെ വ്യക്തമായ സന്ദേശമാണ് രാജീവ് ചന്ദ്രശേഖരുടെ അധ്യക്ഷസ്ഥാനം. സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിച്ച ശേഷം കേരളത്തിൽ നിന്നുള്ള 30 അംഗ ദേശീയ കൗൺസിൽ അംഗങ്ങളെയും BJP പ്രഖ്യാപിച്ചു. കെ സുരേന്ദ്രൻ, സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, അനിൽ ആന്റണി, PK കൃഷ്ണദാസ്, O രാജഗോപാൽ, MD രമേശ്, ശോഭ സുരേന്ദ്രൻ, പത്മജ വേണുഗോപാൽ, PC ജോർജ് തുടങ്ങിയവരടക്കമുള്ളവർ ദേശീയ കൗൺസിലിലുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.